നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാനെന്ന് മറുനാടിനെ കേൾക്കുന്ന പ്രേക്ഷകർക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ അതിര് കവിഞ്ഞ ആവേശത്തിൻ്റെ പുറത്തുള്ളതാണെന്നും അപ്രായോഗികമാണ് എന്നും വിമർശിക്കുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അമേരിക്കൻ ജനതയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ ട്രംപ് നടത്തുന്ന ഇടപെടലുകളെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കാറുണ്ട്. കൈയും കാലും വിലങ്ങ് വെച്ച് സൈനിക വിമാനത്തിൽ ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതിനോട് പോലും വിദേശ പൗരന്മാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കേണ്ട ബാധ്യത അതാത് രാജ്യങ്ങൾക്കാണ്. വെനിൻസുലയെ കണ്ടു പഠിക്കണം ഇക്കൂട്ടർ. സാമ്പത്തിക പ്രതിസന്ധി ഏറെയുള്ള രാജ്യമാണ് വെനിൻസുല. എന്നിട്ടും അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ പ്രത്യേക വിമാനം അയച്ച് വെനിൻസുല കൊണ്ടുവന്ന ആരുടെയും കൈകാലുകൾക്ക് വിലങ്ങ് വെച്ചില്ല. അവരൊക്കെ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇറങ്ങി വന്നു. അത് അമേരിക്കയുടെ പണിയല്ല, അതാത് രാജ്യങ്ങളുടെ പണിയാണ്. എന്നാൽ ട്രംപ് ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വോളാഡിമിർ സെലൻസ്കിയോട് കാട്ടിയിരിക്കുന്നത് അങ്ങേയറ്റത്തെ മര്യാദകേടും വൃത്തികേടും ധാർഷ്ട്യത്തിന്റെ പരമകോടിയുമാണ്. ഞാൻ ആശങ്കയോടും ഭയത്തോടും വിറയലോടുകൂടിയുമാണ് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടത്. എങ്ങനെയാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത്? എങ്ങനെയാണ് അമേരിക്ക പോലൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനും അവിടുത്തെ വൈസ് പ്രസിഡന്റിനും അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾക്കും മറ്റൊരു രാജ്യത്തിൻ്റെ തലവനെ വിളിച്ചു വരുത്തി ഇങ്ങനെ അധിക്ഷേപിക്കാൻ കഴിയുന്നത്? അമേരിക്കയെ പോലൊരു വലിയ ശക്തിയുടെ മുമ്പിൽ മുട്ടുവിറയ്ക്കാതെ പറയാനുള്ളത് പറഞ്ഞിട്ട് തൻ്റെ അടുത്തോടുകൂടി ഇറങ്ങിപ്പോരാൻ സെലൻസ്കി കാട്ടിയ ധൈര്യവും തൻ്റെ ഇടവുമായിരിക്കും മാനവ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. അതിന് ഒരുപാട് വില സെലൻസ്കി കൊടുക്കേണ്ടി വരും. കാരണം അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ റഷ്യ എന്ന വൻശക്തിയോട് പിടിച്ചു നിൽക്കാൻ യുക്രൈന് സാധ്യമല്ല. അതിൻ്റെ പ്രതിഫലനം ഇന്നലത്തെ പൊളിഞ്ഞ ചർച്ചയ്ക്ക് ഏതാനും മണിക്കൂറിനകം സംഭവിച്ചു. വൈറ്റ് ഹൗസിൽ നിന്നും ട്രംപ് സെലൻസ്കിയെ ഇറക്കി വിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം റഷ്യ കാർക്കിവ് എന്ന് പറയുന്ന യുക്രൈൻ്റെ രണ്ടാമത്തെ വലിയ സിറ്റിയിലെ ഒരു ആശുപത്രി ബോംബിട്ട് തകർത്തു. അത് തീർച്ചയായും അമേരിക്കയുടെ പിന്തുണയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ വെറും കടലാസിലും വാക്കിലും മാത്രമുള്ളതാണ്. ഇന്നലെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നിരനിരയായി സെലൻസ്കിയെ പിന്തുണച്ചു, ട്രംപിനെ തള്ളിപ്പറഞ്ഞു. ജർമ്മൻ ചാൻസലറും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും ഒക്കെ ഞങ്ങൾ സെലൻസ്കിക്കൊപ്പമാണ്, യുക്രൈനൊപ്പമാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അത് വാക്കുകൾ കൊണ്ട് മാത്രമുള്ള പിന്തുണയാണ്. അമേരിക്കയുടെ പിന്തുണയാണ് യൂറോപ്പിൻ്റെ ശക്തി, നാറ്റോയുടെ ശക്തി. അമേരിക്ക മാറി നിന്നാൽ പിന്നെ സർവനാശമാണ്. അതൊക്കെ സത്യമാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനം പിച്ചി ചീന്താൻ മറ്റൊരാൾ ശ്രമിച്ചാൽ അയാൾ എത്ര ഉന്നതനാണെങ്കിലും എത്ര താഴ്ന്നവനാണെങ്കിലും അത് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. വാസ്തവത്തിൽ ട്രംപും അമേരിക്കയും സെലൻസ്കിയോടും യുക്രൈനോടും ചെയ്തത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ്. ഞാൻ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. റഷ്യയോട് ഏറ്റുമുട്ടി ജയിക്കാൻ യുക്രൈന് കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. യുദ്ധം തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയത് ഏതാനും ദിവസം കൊണ്ട് യുക്രൈനെ തകർത്ത് റഷ്യ വിജയിക്കുമെന്നാണ്. പക്ഷെ 3 വർഷമായിട്ടും റഷ്യ വിജയിച്ചില്ല, യുക്രൈൻ പരാജയപ്പെട്ടുമില്ല. അതിൻ്റെ കാരണം അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും യുക്രൈനെ സഹായിച്ചു കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് റഷ്യയോട് യുദ്ധം ചെയ്യാൻ യുക്രൈൻ ഇറങ്ങിപ്പുറപ്പെട്ടത്? നിസ്സാരമായ പ്രശ്നമായിരുന്നു. 2014 റഷ്യ പിടിച്ചെടുത്ത ക്രീമിയ അവർക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കണം, അതിനുള്ള അവകാശവാദം ഉപേക്ഷിക്കണം. അതിൽ അല്പം ന്യായം റഷ്യയ്ക്കുണ്ട്. കാരണം റഷ്യയുടെ നാവികതാവളം അവിടെയുണ്ട്, റഷ്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ അത് നിർണായകമാണ്. അതങ്ങ് വിട്ടുകൊടുത്താൽ മാത്രം മതിയായിരുന്നു. 2, നാറ്റോയിൽ ചേരാതിരിക്കുക. നാറ്റോയിൽ ചേർന്നാൽ നാറ്റോ രാജ്യങ്ങൾ ഒരുമിച്ച് യുക്രൈനൊപ്പം റഷ്യയുടെ അധിനിവേശമുണ്ടായാൽ തിരിച്ചടിക്കുമെന്നുള്ള ഭയം റഷ്യയ്ക്കുണ്ടായിരുന്നു. ഇത് രണ്ടും ചെയ്തിരുന്നെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല. ഇത് രണ്ടും ചെയ്യാതെ റഷ്യക്കെതിരെ യുദ്ധം നടത്താൻ യുക്രൈനെ പ്രേരിപ്പിച്ചത് ബൈഡൻ ഭരിച്ചിരുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. അവരൊക്കെ മാറി മാറി യുക്രൈൻ സന്ദർശിച്ചു, എല്ലാ പിന്തുണയും കൊടുത്തു. ആ ആയുധത്തിൽ, ആ പണത്തിലാണ് യുക്രൈൻ റഷ്യയോട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്. ട്രംപ് പ്രസിഡന്റായി ട്രംപിന്റെ നയം വ്യത്യസ്തമാണ്. അമേരിക്കയുടെ സ്വത്ത് യുക്രൈനിൽ യുദ്ധം നടത്താൻ വേണ്ടി ചെലവഴിക്കേണ്ടതെന്ന് ട്രംപ് തീരുമാനിച്ചതിലും തെറ്റില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചതിൽ തെറ്റില്ല. പക്ഷേ ഏകപക്ഷീയമായാണോ യുദ്ധം അവസാനിപ്പിക്കേണ്ടത്? യുദ്ധം റഷ്യയും യുക്രൈനും തമ്മിലാണ്. അതുകൊണ്ട് അവർ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ച നടത്തേണ്ടത് ഈ 2 രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ട്രംപ് അതിന് വഴങ്ങിയില്ല. ട്രംപ് ഏകപക്ഷീയമായി സൗദി അറേബ്യയിൽ വെച്ച് റഷ്യയുമായി ചർച്ച നടത്താൻ പോയി. യുക്രൈനെ ആദ്യ ചർച്ചയിൽ ഉൾപ്പെടുത്തിയില്ല. എന്ന് മാത്രമല്ല, റഷ്യ ആവശ്യപ്പെട്ടത് എല്ലാം സമ്മതിച്ചു കൊടുത്തു. ഈ ഒരു ക്രീമിയ മാത്രമല്ല, മറ്റ് 4 പ്രവിശ്യകൾ കൂടി യുക്രൈനിൽ നിന്നും റഷ്യ പിടിച്ചെടുത്തിരുന്ന യുദ്ധകാലത്ത് അത് മുഴുവൻ റഷ്യക്ക് വിട്ടുകൊടുക്കണം എന്ന് ട്രംപ് പറയുകയാണ്. നാറ്റോയിൽ ചേരാൻ പാടില്ല, 5 പ്രവിശ്യകൾ വിട്ടുകൊടുക്കണം. അതേസമയം യുക്രൈൻ പിടിച്ചെടുത്ത റഷ്യയുടെ 1-2 പ്രവിശ്യകളുണ്ട്, അത് യുക്രൈന് കൊടുക്കില്ല, അത് റഷ്യക്ക് തിരിച്ചു കൊടുക്കണം. അതായത് ഏകപക്ഷീയമായി കീഴടങ്ങൽ ഒരു വശത്ത്.
മറുവശത്ത് ഇതിനു പുറമെ അനാവശ്യമായി യുക്രൈനെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട അമേരിക്ക ഇതുവരെ കൊടുത്ത പണം തിരിച്ചു കൊടുക്കണം. ആ കണക്കും കൃത്യമല്ല. സെലൻസ്കി പറയുന്നത് $100 ബില്യൺ താഴെ മാത്രമാണ് അമേരിക്ക നൽകിയത് എന്നാണ്. എന്നാൽ ട്രംപ് പറയുന്നത് 350 ബില്യൺ ആണ്. അതുകൊണ്ട് അതിന് പലിശ കൂട്ടി 500 ബില്യൺ വേണം. അതിനുവേണ്ടി യുക്രൈൻ്റെ പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന തരത്തിൽ എഗ്രിമെന്റിൽ ഒപ്പുവെക്കണം. ഈ നിബന്ധനകൾക്കൊക്കെ വഴങ്ങാൻ സെലൻസ്കി ഒരു പരിധി വരെ തയ്യാറായി. പക്ഷെ അപ്പോൾ ഒരൊറ്റ ആവശ്യം മാത്രം വെച്ചു, ഞങ്ങൾ ഇതെല്ലാം അംഗീകരിച്ചാൽ ഇനി റഷ്യ ഞങ്ങളെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകണം. ആ ഉറപ്പ് കരാറിൽ വയ്ക്കാൻ അമേരിക്ക തയ്യാറാകാതായപ്പോഴാണ് ഈ പ്രതിസന്ധി മുഴുവൻ രൂപപ്പെട്ടത്. സെലൻസ്കി വൈറ്റ് ഹൗസിലേക്ക് പോകുന്നു. അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വിദേശകാര്യ സെക്രട്ടറിയും യുക്രൈൻ്റെ പ്രത്യേക പ്രതിനിധിയും അടങ്ങുന്ന ഒരു വലിയ സംഘം ഓവൽ ഓഫീസിലുണ്ട്. യുക്രൈൻ പ്രസിഡന്റിനൊപ്പമുള്ളത് അമേരിക്കയിലെ യുക്രൈൻ അംബാസഡർ മാത്രമാണ്. ഏകപക്ഷീയമായി ആക്രമിച്ചുകൊണ്ട് ധാർഷ്ട്യം മുഴുവൻ കാട്ടിക്കൊണ്ട് കടന്നു കയറുകയായിരുന്നു ട്രംപും JD വാൻസ് എന്ന വൈസ് പ്രസിഡന്റും. ആദ്യം സെലൻസ്കിയെ വസ്ത്രധാരണത്തിന്റെ പേരിൽ കളിയാക്കി. യുക്രൈൻ ആക്രമിക്കപ്പെട്ടതിന് ശേഷം സെലൻസ്കി ധരിക്കുന്നത് അനൗദ്യോഗിക വേഷം. അദ്ദേഹം ടൈ ധരിക്കാറില്ല, സാധാരണ പാൻറ്റും ബനിയനും ഇട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇത് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ, ഞങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ കുറച്ചുകൂടി മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തു തുടങ്ങുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കടന്ന ആക്രമണമാണ്. മര്യാദയ്ക്ക് ഞങ്ങൾ കാണിക്കുന്നിടത്ത് ഒപ്പിട്ടിട്ട് പോവുക, പറയുന്നത് പോലെ കേൾക്കുക, നിങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുക, ഞങ്ങൾ പറയുന്നതാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വല്ലാതെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന തരത്തിൽ തട്ടിക്കയറി. അപ്പോൾ നിവൃത്തിയില്ലാതെയാണ് സെലൻസ്കി ചിലതൊക്കെ പ്രതികരിച്ചത്. അപ്പോഴേക്കും ചെന്നായിക്കൂട്ടം ആക്രമിക്കുന്നത് പോലെ ട്രംപും സംഘവും ചേർന്ന് ആക്രമിക്കാതെ, പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസ്. വല്ലാത്ത തോതിൽ നിങ്ങൾ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കരുത്, ഞങ്ങൾ പറയുന്നത് കേട്ടോണം, ഈ രാജ്യത്ത് വന്ന് ഞങ്ങൾ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് വലിയ ശബ്ദമുണ്ടാക്കി. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ശബ്ദമുയർത്തി. നിങ്ങൾ 3ാം ലോകമഹായുദ്ധം നടത്താൻ പോകുന്നു, മര്യാദ കെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും കൂടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നന്ദി പറയൂ, നിങ്ങളുടെ രാജ്യത്തോട് ഞങ്ങൾ ഇതുവരെ ചെയ്തതിന് നന്ദി പറയൂ എന്ന് പറഞ്ഞ് നന്ദി ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുക. വല്ലാത്ത ഒരു അധികാര ധാർഷ്ട്യത്തിൻ്റെ ഭാഷയായിരുന്നു. അതിന് വഴങ്ങിയില്ല. ഞാൻ ആവശ്യത്തിന് നന്ദി അമേരിക്കൻ ജനതയോട് പറഞ്ഞിട്ടുണ്ട്, ഇനി പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് തുറന്നു പറഞ്ഞു സെലൻസ്കി. ഇതോടെ ട്രംപ് കോപിഷ്ഠനായി. ട്രംപ് ബഹളം വെച്ച് ഇതൊക്കെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക വീഡിയോ ദൃശ്യങ്ങളിലൂടെ. അമേരിക്കയെ അപമാനിച്ചു എന്നായി, ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിയില്ലെങ്കിൽ 3ാം ലോകമഹായുദ്ധം ഉണ്ടാവും, നിങ്ങൾക്ക് സർവനാശമാവും, ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടും, ഞാൻ പൂർണ്ണമായും ഇടപെടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് ചെന്നായിക്കൂട്ടത്തെ പോലെ അവരെല്ലാം ആക്രമിച്ചു. ഓർക്കണം, ഇവരൊക്കെ വലിയ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാ. ഉക്രൈനിയൻ പ്രസിഡന്റിന് വലിയ വശമല്ല ഇംഗ്ലീഷ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ ഇംഗ്ലീഷ് അല്ല. അതിപ്പോൾ പുടിനാണെങ്കിലും ശരി, ചൈനീസ് പ്രസിഡന്റ് ആണെങ്കിലും ശരി, നമ്മുടെ പ്രധാനമന്ത്രി മോദി ആണെങ്കിലും ശരി, ഇംഗ്ലീഷ് അത്ര വശമില്ല, സംസാരിക്കാം, മനസ്സിലാക്കാമെന്നുള്ളൂ. ഇവരെല്ലാം കൂടി കടന്നൽ കൂട്ടം ഇരച്ചു കയറുന്നത് പോലെ അവരുടെ വലിയ പ്രാവീണ്യമുള്ള ഭാഷയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. സെലൻസ്കിക്ക് താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പോലും വ്യക്തമായി പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. പക്ഷെ സെലൻസ്കി എന്നിട്ട് പിടിച്ചു നിന്നു. ഒരു തരത്തിലും നിങ്ങൾ ആവശ്യപ്പെടുന്നതും ചെയ്യാൻ കഴിയില്ല, എൻ്റെ രാജ്യമാണ് എനിക്ക് വലുത്, എൻ്റെ രാജ്യം ആർക്കും വിൽക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് തൻ്റെ ഇടത്തോടുകൂടി ഇറങ്ങിപ്പോന്നു. വാസ്തവത്തിൽ ഓവൽ ഓഫീസിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു ട്രംപ് സെലൻസ്കി. ഒരു പ്രസിഡന്റിനെ അവരുടെ ധാർഷ്ട്യത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ അടച്ചാക്ഷേപിച്ച് ഇറക്കി വിടുകയാണ് വാസ്തവത്തിൽ ട്രംപ് ചെയ്തത്. വാസ്തവത്തിൽ ട്രംപും അമേരിക്കയും ഞെട്ടിപ്പോയി. അവരാരും ഇങ്ങനെ ഒരു പ്രതിഷേധമോ പ്രതിരോധമോ പ്രതീക്ഷിച്ചിരുന്നില്ല. അവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും കാണിച്ച് അമേരിക്കയുടെ സ്വതസിദ്ധമായ ഒരു ധാർഷ്ട്യമുണ്ട്. ആ ധാർഷ്ട്യത്തിൻ്റെ പുറത്ത് വഴങ്ങുമെന്നാണ് കരുതിയത്. പക്ഷേ ഒരു ആത്മാഭിമാനം എന്ന മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വികാരമാണ് സെലൻസ്കി നിലനിർത്തിയത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനും നിന്നില്ല, പത്രസമ്മേളനം നടത്താനും നിന്നില്ല, ഒരു SUV എടുത്ത് വിട്ടുപോയി. അതിനുശേഷം ഫോക്സ് ന്യൂസുമായി നടത്തിയ അഭിമുഖത്തിൽ മാപ്പ് പറയാൻ വിസമ്മതിച്ചു. നന്ദി പറഞ്ഞു പലതവണ. അത് അമേരിക്കൻ ജനതയോടാണ്, അമേരിക്കൻ കോൺഗ്രസിനോടാണ്. എന്നിട്ട് ട്രംപ് പറഞ്ഞത് ഇനി വേണമെങ്കിൽ അയാൾ വരട്ടെ, അതിനിടയിൽ ഉണ്ടാകുന്ന നാശമൊക്കെ അയാൾ അനുഭവിക്കട്ടെ എന്നാണ്. ഇവിടെ തുടക്കം മുതൽ ട്രംപിന് വീഴ്ചയുണ്ട്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളോടും സംസാരിച്ച് ഇരു രാജ്യങ്ങളെയും മനസ്സിലാക്കി വേണം കാര്യങ്ങൾ തീർക്കാൻ. റഷ്യക്ക് അനുകൂലമായ തീരുമാനം എടുത്തോട്ടെ, പക്ഷേ എങ്കിൽ പോലും ചർച്ച നടത്തിയ തീരുമാനത്തിലെത്താനുള്ള ഒരു മാന്യത അത് കാട്ടിയില്ല. യുക്രൈനെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഏകപക്ഷീയമായി നടത്തിയ ഈ വെടിനിർത്തൽ ചർച്ച അത് തന്നെ നാശമായിരുന്നു. എന്നിട്ട് അമേരിക്ക എഴുതി വെച്ചിരിക്കുന്ന കരാറിൽ ഒപ്പുവെക്കാൻ വേണ്ടി ഒരു പപ്പറ്റിനെ കാണുന്നത് പോലെയാണ് സെലൻസ്കിയെ കണ്ടത്. പക്ഷെ അദ്ദേഹം ആത്മാഭിമാനമുള്ള മനുഷ്യനായിരുന്നു, രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് വിസമ്മതിച്ചു. വലിയ നഷ്ടമാണ് യുക്രൈനെ കാത്തിരിക്കുന്നത്. കാരണം അമേരിക്കയുടെ പിന്തുണയില്ലാതെ, യൂറോപ്പിൻ്റെ വാക്കുകൾ കൊണ്ടുള്ള പിന്തുണ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. റഷ്യ വരും ദിവസങ്ങളിൽ വലിയ അധിനിവേശം നടത്താം, വലിയ നാശമുണ്ടാക്കാം.
യുക്രൈൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടെന്ന് വരാം. പക്ഷെ എങ്കിൽ പോലും ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പോരാടി എന്ന് ധീരൻ എന്ന പേരായിരിക്കും ലോക ചരിത്രത്തിൽ സെലൻസ്കിക്കുണ്ടാവുക. അനാവശ്യമായി യുക്രൈനെ യുദ്ധത്തിലേക്ക് ഇറക്കിവിട്ടിട്ട് ഒടുവിൽ അവരെ വഴിയാധാരമാക്കി എന്ന വഞ്ചക വേഷമായിരിക്കും അമേരിക്കയ്ക്കുണ്ടാവുക. എന്തായാലും യുക്രൈൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ശ്രമിച്ച് അവസാന നിമിഷം വരെ പോരാടുന്ന ഭരണാധികാരി, ധീര രക്തസാക്ഷി എന്ന നിലയിൽ സെലൻസ്കി യുക്രൈനിൽ വാഴ്ത്തപ്പെടുമെന്ന് തീർച്ചയാണ്. എന്താണ് പരിഹാരം, എങ്ങനെയാണ് പരിഹാരം എന്നൊന്നും ആർക്കും അറിയില്ല. അമേരിക്കയോട് ഇടഞ്ഞുകൊണ്ട് യുക്രൈന് പിടിച്ചു നിൽക്കാനും കഴിയില്ല. എങ്കിലും ചരിത്രത്തിൽ ഈ ദിവസം രേഖപ്പെടുത്തപ്പെടും അമേരിക്കൻ ധാർഷ്ട്യത്തിൻ്റെ മുഖത്തേറ്റ തിരിച്ചടി എന്ന നിലയിൽ.